ഞങ്ങൾ പറഞ്ഞതാ, ഇതും ധനകാര്യ സ്ഥാപനമോ, നിങ്ങൾ കയറി ഇവിടെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദേ പാസ്വേഡ് എന്ന കമ്പ്യൂട്ടറിൻ്റെ അവിടെ പേപ്പർലെസ്സാണേ, ഒരു കടലാസ പരിപാടിയില്ല, എല്ലാം കമ്പ്യൂട്ടറില്ല. ഇഷ്ടം പോലെ സൗകര്യം പോലെ നോക്കിക്കോ. ഏയ് പോരാ, ഒരു കാരണവുമില്ലാതെ വെറുതെ ഇരിക്കുന്ന മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് വരട്ട, പത്രത്തിൽ ന്യൂസ് കൊടുത്തിട്ട് അപമാനിക്കുക, എന്നിട്ട് നമ്മുടെ സ്വകാര്യതയിലേക്ക് കടന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ ഇവരാരാ? ഞാനിങ്ങനെ രാഷ്ട്രീയക്കാര് ഡൽഹിയിൽ ഇരുന്ന് പറയുന്നതനുസരിച്ച് ഈ നാട്ടിൽ ഇറങ്ങി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ അങ്ങ് വിരട്ടിക്കളയാമെന്ന് ED വിചാരിക്കണം. നടപ്പില്ല ഈ കേരളത്തിൽ. എൻ്റെ ഫോട്ടോ കൊടുത്ത് ഇടിക്കൂട്ടിൽ എന്നാണ് തലക്കെട്ട്. പിന്നെ വേറെ പത്രം ഇതുപോലെ തന്നെ ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് ഫോൾഡിൽ ഫസ്റ്റ് ഹാഫിൽ. ED ഇന്ന് BJP കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപക്ഷത്തെ വിരട്ടാനുള്ള ഉപകരണമായിട്ട് ഉപയോഗിച്ചിരിക്കുക. MLA-മാരെ കൂറുമാറ്റിക്കണോ? ED റെയ്ഡ് കൂറുമാറിക്കഴിഞ്ഞാൽ പിന്നെ കേസൊന്നുമില്ല. വലിയ മുതലാളിമാരെ വരച്ചവരിൽ നിർത്തണമോ? EDയുടെ റെയ്ഡ്, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അദാനിക്ക് ബോംബെ എയർപോർട്ട് വേണം, അതിൻ്റെ മുതലാളിക്ക് കൊടുക്കാൻ തയ്യാറില്ല, ഉടനെ വരുന്നു റെയ്ഡ്, അയാൾ ജീവനും കൊണ്ടോടി, അദാനി ബോംബെ എയർപോർട്ടിൻ്റെ ഉടമയായി തീർന്നു. ഇത്തരത്തിൽ സാർവത്രികമായിട്ട് പ്രതിപക്ഷത്തെ വരട്ടുന്നതിന്, മുതലാളിമാരെ കൂടെ നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയായിട്ട് ED മാറിയിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ EDയുടെ നിയമം EDക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. സുപ്രീം കോടതിയാവട്ടെ ഒരു കേസിൻ്റെ വിധിയിൽ EDക്ക് മറ്റ് കാരണങ്ങളൊന്നും പറയാതെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനും അവർ തടങ്കിൽ വെക്കുന്നതിനും ഏത് വിധത്തിൽ അന്വേഷണം നടത്തുന്നതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിധിക്കുകയും ചെയ്തു. അതിനുശേഷം താൻ തോന്നിത്തോണ്ടാണ് ചെയ്യണം ഇന്ത്യ മുഴുവനും. അങ്ങനെ ഇരിക്കുകയാണ് കേരളത്തിൽ നമ്മുടെ കിഫ്ബിയെ പിടിക്കാൻ വന്നത്. കിഫ്ബി വായ്പ എടുത്ത് നമ്മുടെ കേരളത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ പണിയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം ചെയ്യുന്നത്. ചെറിയ രീതിയിലൊക്കെ വായ്പ എടുത്ത് പലതും ചെയ്തിട്ടുണ്ട്. കിഫ്ബി തന്നെ പുതിയ കാര്യമല്ല, ശിവദാസന്റെ കാലത്ത് സ്ഥാപിച്ചതാ. പക്ഷെ അന്നൊക്കെ ചെറിയ തോതിലുള്ള പണം വായ്പ എടുക്കണേ, എന്നിട്ട് ചില പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നു. ഇതങ്ങനെയല്ല. കിഫ്ബിക്ക് എല്ലാ വർഷവും ഒരു നിശ്ചിത തുക സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കിഫ്ബി ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തുനിന്ന് വായ്പയെടുത്ത് വികസന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ നടപ്പാക്കുന്നു. ചെറിയ തുകക്കല്ല, 50,000 കോടിയുടെ പ്രഖ്യാപനമായിട്ടാണ് കിഫ്ബി രംഗപ്രവേശനം ചെയ്യുന്നത് തന്നെ. അപ്പം ആരും ഇത് നടക്കണ കാര്യമായിട്ട് കരുതിയില്ല കേട്ടോ, സത്യത. അതുകൊണ്ട് ദിവാസ്വപ്നമാണ്, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ പ്രതിപക്ഷം പോലും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കിഫ്ബിയുടെ വികസന പ്രൊജക്റ്റുകൾ എല്ലാ ജില്ലകളിലും വന്നു. ഞങ്ങൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്ന പ്രതിപക്ഷം പോലും ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു വന്നു. എല്ലാവർക്കും കൊടുക്കാറുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു. കേരളത്തിലെ വലിയ ചലനം സൃഷ്ടിക്കുകയായിരുന്നു. ആ ചലനത്തിൻ്റെ പ്രത്യാഘാതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുണ്ട്. എന്താ, ജനങ്ങൾക്ക് വലിയ മതിപ്പും ആവേശവും. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേരളത്തിൽ നടക്കുന്നത്. ഒറ്റയടിക്ക് നമ്മുടെ സ്കൂളുകളൊക്കെ ഒന്നാം തരമായിട്ട് മാറുന്നു, കെട്ടിടവും ഡിജിറ്റലും എല്ലാം. എല്ലാ വീട്ടിലേക്കും ഇൻ്റർനെറ്റ് വരുന്നു, ഫോൺ വഴി. നമ്മുടെ റോഡുകൾ, നമ്മുടെ ദേശീയപാത മുഴുവൻ കേന്ദ്രം മുടക്കേണ്ടതാ. നമുക്കൊരു പാര. ഇവിടെ ഭൂമിക്ക് വില കൂടുതലാണ്, ഭൂമിയുടെ 4/1 വില നിങ്ങൾ തരണം. എത്ര? 6,000 കോടി. 6,000 കോടി സംസ്ഥാനത്തിന് ബഡ്ജറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? നടക്കൂലെന്നാണ് കേന്ദ്രം കരുതിയത്. അപ്പോഴാണ് കിഫ്ബിയിൽ നിന്ന് 6,000 എടുത്ത് നമ്മൾ മുന്നോട്ട് കൊടുക്കുന്നത്. അതോടുകൂടി ദേശീയപാത പ്രവർത്തനമായി.
ഈ രീതിയിൽ എല്ലാ സ്ഥലത്തും വലിയ ചലനങ്ങൾ ഇത് സൃഷ്ടിച്ചേ. അപ്പോഴാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, അന്വേഷണം തുടങ്ങി. ആരൊക്കെ അന്വേഷിക്കാൻ വന്നത്? CID ആദ്യം വന്നത്. അവരന്വേഷിച്ചിട്ട് പറഞ്ഞു, ഇത് പരോക്ഷമായിട്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന വായ്പയാണ്, അതുകൊണ്ട് അതിനെ സംസ്ഥാന സർക്കാരിൻ്റെ കടത്തിൽപ്പെടുത്തണം. ഈ CID തന്നെ കേന്ദ്രം ഇതുപോലെ എടുക്കുന്ന വായ്പയുടെ കണക്ക് വെച്ചിട്ടുണ്ട്. എത്രയെന്നറിയാമോ? 5 ലക്ഷം കോടി രൂപ ഒരൊറ്റ വർഷം എടുക്കുന്ന കണക്കായി പറയണേ. 2019-20 കേന്ദ്രം പ്രസംഗത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് 3.5 ലക്ഷം കോടി രൂപ. അതല്ല, 5 ലക്ഷം എടുത്തിട്ടുണ്ടെന്നാണ് CAG പറഞ്ഞത്. അത് കേന്ദ്രത്തിൻ്റെ വായ്പപ്പെടുത്തണമെന്ന് CAG പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിൽ പെടുത്തണം. തർക്കമായി, വിവാദമായി. ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുകയാണ് കേസ്. നിന്നില്ല. ഇൻകം ടാക്സുകാരുടെ വരവായി. അവരുടെ പ്രശ്നം എന്താ? കരാറുകാർ കൊടുത്തുള്ള ടെൻഡർ തുകയ്ക്കുള്ള ആദായ നികുതി ഉറവിടത്തിൽ പിടിച്ചില്ല. കിഫ്ബി പറഞ്ഞു കിഫ്ബി പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം കരാറുകാരെ ടെൻഡർ വിളിപ്പിച്ച് നിർത്തുന്നത് ഓരോ മേഖലയ്ക്കുമുള്ള SPVകളാണ്. പ്രത്യേക കമ്പനി, റോഡ് ഫണ്ട് ബോർഡ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, ഇൻകൽ, ഇങ്ങനെയുള്ളവരാണ് ടെൻഡർ വിളിച്ചു കൊടുക്കുന്നത്. അവർക്ക് കിഫ്ബി പേയ്മെൻറ്റ് കൊടുക്കും ബില്ല് വരുമ്പോൾ. എന്ന് നമ്മൾ പറഞ്ഞ് ആ ബില്ലിൽ തന്നെ പ്രത്യേകമായിട്ട് എഴുതി കൊടുക്കും, ഇൻകം ടാക്സിന് വേണ്ടി ഇത്ര തുക. ആ മാർക്ക് ചെയ്താൽ കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ കിഫ്ബി എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞാ ഇദ്ദേഹം ധനകാര്യ സ്ഥാപനമോ, നിങ്ങൾ കയറി ഇവിടെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പാസ്വേഡ് എന്ന കമ്പ്യൂട്ടറിൻ്റെ അവിടെ പേപ്പർലെസ്സാണേ, ഒരു കടലാസ പരിപാടിയില്ല, എല്ലാം കമ്പ്യൂട്ടറില്ല. ഇഷ്ടം പോലെ സൗകര്യം പോലെ നോക്കിക്കോ. പോരാ, ഒരു സംഘം വന്ന് നിരന്ന് അവിടുത്തെ മുഴുവൻ ജീവനക്കാരെയും പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. പത്രക്കാർ പുറത്ത്, ആകെ ബഹളം. വല്ലം കണ്ടുപിടിച്ച ഒന്നുമില്ല. അപ്പോഴാണ് EDയുടെ വരവ്. ED കള്ളപ്പണം പിടിക്കാനുള്ള ഏജൻസിയാണ്. പക്ഷേ കിഫ്ബിയിൽ കള്ളപ്പണത്തിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. കാരണം എന്താ? എല്ലാം കിഫ്ബിക്ക് വരുന്ന എല്ലാ പണവും ബോണ്ട് വഴി മറ്റും സമാഹരിക്കുന്നതാണ്. മറ്റ് ബാങ്കുകളിൽ നിന്ന് ഓൺലൈനായിട്ടല്ലാതെ ഇവിടെ ഒരു പണം കൈകൊണ്ട് തൊട്ട് വരുന്നില്ല. ഇപ്പോൾ കൃത്യമായ രേഖ എല്ലാത്തിനും ഉണ്ട്. ഇനി പണം ചെലവഴിക്കുന്നതോ, ഞാൻ നേരത്തെ പറഞ്ഞ പൊതുമേഖലാ കമ്പനികളിലെ റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ളവർക്ക് ഓൺലൈനായിട്ട് കൊടുക്കുന്ന. ഇപ്പോൾ കിഫ്ബിയിൽ എവിടെയാണ് കണ്ണപ്പണം വെളുപ്പിക്കാൻ പറ്റുക? അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഒരു അടവെടുത്തത്. വിദേശ വിനിമയ ചട്ടം ലംഘിച്ചിട്ടുണ്ട്. കിഫ്ബി മസാല ബോണ്ട് ഇറക്കി അന്തർദേശീയ മാർക്കറ്റിൽ നിന്ന് 2500 കോടി രൂപ സമാഹരിച്ചു. ഈ 50,000 കോടി ഭരിക്കാൻ പോകുമ്പോൾ എന്തിന് ഈ 2500 കോടിക്ക് അതിന് പോയെന്ന് ചോദിച്ചേക്കാം. ഞാൻ ഉള്ള കാര്യം പറയാം. ആ പണം ഇനി ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ അവിടെ വിദേശ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് നമുക്ക് പണം സമാഹരിക്കണമെങ്കിൽ അതിന് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ റേറ്റിംഗ് ഉണ്ടാവണം, ആ ബിസിനസ് ചെയ്യാൻ പറ്റിയ പ്രാപ്തിയുള്ള വ്യക്തികളുണ്ടാവണം, ഉദ്യോഗസ്ഥരുണ്ടാവണം. ഇതൊക്കെയുള്ള ഒന്നാം തരം ഒരു കമ്പനി ഇന്ത്യയിലുണ്ട്. അതും പൊതുമേഖലയിൽ. ഇത് തെളിയിക്കാൻ വേണ്ടി പോയതാ. കാരണം ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും കാണുകയാണേ. ആദ്യമായിട്ട് ഒരു സർക്കാരിൻ്റെ സ്ഥാപനം, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനം പോലും ചെയ്യാത്തൊരു കാര്യം കേരളത്തിലെ ഒരു കൊച്ചു സ്ഥാപനം ചെയ്തിരിക്കുന്നു. തികച്ചും നിയമവിധേയമായിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് അനുമതി മേടിക്കണം. അത് കഴിഞ്ഞ് ചെയ്യേണ്ട നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി ചെയ്തിട്ട് എടുത്തിരിക്കുന്നു. പക്ഷേ ഫെമ നിയമം ലംഘിച്ചു. സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാൻ അവകാശമില്ല. സംസ്ഥാന സർക്കാർ പരോക്ഷമായിട്ട് വായ്പ എടുക്കുകയാണെന്ന് CID പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം സംസ്ഥാന സർക്കാർ നിയമം ലംഘിച്ചിരിക്കുകയാണ്. എന്നങ്ങനെ ഉദ്ദേശം വെച്ചിട്ടാ വരുന്നു.
അവരെല്ലാം പരിശോധിക്കുന്നു, കണക്കുകൾ നോക്കുന്നു. പക്ഷേ കണക്കുകൾ നോക്കുകയല്ല, ഉദ്യോഗസ്ഥരെ മുഴുവൻ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. വിളിപ്പിക്കുന്നതിന് മുമ്പ് പത്രങ്ങൾക്കെല്ലാം കൊടുക്കും. നമ്മുടെ ഉദ്യോഗസ്ഥരെ ചെല്ലുമ്പോഴത്തേനും ഫോട്ടോ എടുപ്പ്, ബഹളമെല്ലാം. പലപ്പോഴും ചെന്ന് കഴിഞ്ഞാലേ ഒന്നും ചോദിക്കാനില്ല, വെറുതെ അവിടെ നിർത്തുകയാണ് വൈകുന്നേരം വരെ. എന്നിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞു വിടുകയാണ്. ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുക. എന്തും ഇത്ര ചോദിക്കാനുള്ളത്? ഇതിങ്ങനെ തുടരുകയാണ് അനന്തമായിട്ട്. അപ്പോഴാണ് എന്നെ വിളിപ്പിക്കുന്നത്. മന്ത്രിയായിരുന്നല്ലോ, എൻ്റെ വൈസ് പ്രസിഡൻ്റ് അല്ലേ, അപ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റണം. ഞാൻ ആദ്യം മൈൻഡ് ചെയ്തില്ല, പക്ഷെ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി ടി വിന്ന് അറിയണത് ഇങ്ങനെ നമുക്കൊരു കേസുണ്ടെന്ന്. ഏതായാലും വിചാരിച്ചു ഇപ്പം വരാൻ പറ്റില്ല, പിന്നെ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു കത്ത്. വരില്ലല്ലേ, എന്നാൽ കണ്ടോ, ഇനി വരുമ്പോൾ നമ്മുടെ വീട്ടുകാരും മുഴുവൻ എഴുതി കൊണ്ട് ചെല്ലണമെന്ന് പറയണത്. ബന്ധുക്കളുടെ, മക്കളുടെ ഒക്കെ അക്കൗണ്ടുകൾ, വിവരങ്ങൾ. ഞാൻ ഡയറക്ടറായിരുന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെയും കണക്കുകൾ, അക്കൗണ്ട്സ് എന്നാണ് പറയുന്നത്. പിന്നെ കിഫ്ബിയുടെ അക്കൗണ്ടും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. അതെന്തിനാ? അത് തരാനൊന്നും പറ്റത്തില്ല. അതിന് കാരണം പറയണത്. അങ്ങനെ കോടതിയിൽ പോണത്. കോടതിക്കും ബോധ്യമായി. കാരണം എന്ന് വെച്ചാൽ ഒരു കേസ് നമ്മുടെ പേരിലില്ല. ആരെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുമ്പോൾ ഇടിക്കോണി ഇടപെടാം. ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്തിനാണ് ഈ വിവരങ്ങൾ എന്നുള്ള കാര്യം ചോദിച്ചു. എന്തിനാണ് എന്നീ നീ വിവരങ്ങളൊക്കെ ചോദിക്കുന്നത്? അതിന് മറുപടിയില്ല. അപ്പോൾ എന്തിനു വേണ്ടിയെന്ന് അറിയത്തില്ല, വെറുതെ തപ്പാന്നുള്ളതാ. തപ്പുമ്പോൾ വല്ലതും തടഞ്ഞാൽ പിന്നെ ഒരു കേസാക്കാം, ഇതാണ് ലക്ഷ്യം. അതിന് നിന്ന് കൊടുക്കാൻ തയ്യാറുണ്ട്. നമ്മുടെ വാദം, ഇവർക്ക് ഫെമ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതിന് പേരിൽ അന്വേഷിക്കുകയാണ്. കള്ളപ്പണത്തിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഏജൻസിയാണ്. അതിനുള്ള ഏജൻസി റിസർവ് ബാങ്കാണ്. ഇത് മേൽനോട്ടം വഹിക്കുക. റിസർവ് ബാങ്കിനെ വിളിച്ചു ചോദിക്കാൻ കോടതി പറഞ്ഞു. കോടതി സമരം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ റിസർവ് ബാങ്ക് വന്നപ്പോൾ അനുവാദം കൊടുത്തിട്ടുണ്ട്, NOC കൊടുത്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ അവർ പാലിച്ചിട്ടുണ്ട് ക്രമങ്ങൾ. വിനിയോഗം സംബന്ധിച്ച് എല്ലാ മാസവും കണക്ക് തരുന്നുണ്ട്. അതിലൊന്നും അവർ തെറ്റ് കാണുന്നില്ല, എക്സോണറേറ്റ് ചെയ്യുന്നില്ല. അവർ പറയുന്ന എല്ലാ കണക്കും തരുന്നുണ്ടെന്ന്. പിന്നെന്താ കേസ്? അപ്പോൾ കേസൊന്നുമില്ല. അതുകൊണ്ട് എന്തിനായി കണക്ക് ചോദിക്കണമെന്ന് പറയാനും പറ്റുന്നില്ല. 22 ഒക്ടോബറിലാണ് ഞാൻ കേസിന് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും എന്തിനാണ് എന്നോട് ഈ വിവരങ്ങൾ ചോദിക്കുന്നത് പറയാൻ ഇടിക്ക് പറ്റുന്നില്ല. പക്ഷെ ഒരു കാരണവുമില്ലാതെ വെറുതെ ഇരിക്കുന്ന മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് വരട്ട, പത്രത്തിൽ ന്യൂസ് കൊടുത്തിട്ട് അപമാനിക്കുക, എന്നിട്ട് നമ്മുടെ സ്വകാര്യതയിലേക്ക് കടന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ ഇവരാരാ? ഇത് തന്നെയാണ് കോടതി ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലും ചോദിച്ചത് കേട്ടോ. അപ്പോൾ അതിന് ജഡ്ജ്മെൻറ്റ് വന്നു. ഇങ്ങനെയുള്ള റോവിങ് സ്റ്റേ കിട്ടി തുടക്കത്തിൽ തന്നെ. അത് വിശദമായിട്ട് തന്നെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു. അതങ്ങനെ കിടക്കുകയായിരുന്നു. കിടന്നപ്പോഴാണ് പിന്നെ ബെഞ്ച് മാറി, ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ച് വന്നു. അപ്പോൾ ദേവൻ രാമേന്ദ്രൻ്റെ ഒരു നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി ഇപ്പോൾ ഉള്ള സമൻസ് വേണ്ട, പക്ഷെ പുതിയ സമൻസ് അയക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള വെച്ചാൽ ഉദ്ദേശം ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പഴയ സമൻസിന് സാധുതയില്ല, അതില്ല. പക്ഷെ പുതിയ സമൻസ് വേണമെങ്കിലാവാം എന്നുള്ള രീതിയിലുള്ള ഒരു വിധി വന്ന് നമ്മൾ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു ജഡ്ജി കാര്യകാരണ സഹിതം എന്തുകൊണ്ട് ഇത് പാടില്ല, സ്റ്റേ ചെയ്ത കാര്യം സ്റ്റേ വെക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ യുക്തിപൂർവം തള്ളണം. അല്ലാതെ ഒരു വാക്കിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കൊടുക്കാനും പുതിയത് ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയാനും പറ്റില്ല. വീണ്ടും
താഴത്ത് സിംഗിൾ ബെഞ്ച് വന്നു. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതിനനുസൃതമായിട്ട് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെൻറ്റും ഉണ്ടായി. അപ്പോൾ ഇ ഡി ഇപ്പോൾ പത്രക്കാരോട് പറഞ്ഞത്, പത്രക്കാർ പറയുന്നത്, മാധ്യമങ്ങളിൽ പറയുന്നത് ഇനിയും സമൻസ് അയക്കാം. അയക്കുമ്പോഴേ കൃത്യമായിട്ട് പറയണം കേട്ടോ, എന്തിനാ സമൺ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ കോടതി പോവും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കണത് സീൽഡ് കവറിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു നോക്കിയതാ. കോടതിയിൽ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തൊന്ന് വിവരം? ഇതിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിനിയോഗത്തെക്കുറിച്ചുള്ള ആക്ഷേപം ഉണ്ടെങ്കിൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ മേടിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായ ലക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിച്ചാലേ പ്രശ്നം. ഓൺലൈനായിട്ടല്ല എല്ലാ പേയ്മെൻറ്റും. ഏതൊക്കെ കോൺട്രാക്ടർമാർ കൊടുത്തുനിന്ന് കൃത്യമായിട്ട് എല്ലാ മാസവും റിസർവ് ബാങ്കിന് കൊടുക്കുന്നുണ്ടല്ലോ. റിസർവ് ബാങ്ക് ഇന്നേ വരെ നിങ്ങൾ പറഞ്ഞ ലക്ഷ്യത്തിനല്ല, പാടില്ലാത്ത കാര്യത്തിനാണ് പണം ഉപയോഗിച്ചത് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്ത് കേസ് ഇതിൽ? അപ്പം അതുകൊണ്ട് പുതിയ സമൻസേർട്ട് വരട്ടെ, കുറച്ച് അധ്വാനിക്കേണ്ടി വരും. വേറൊന്നുമല്ല ഇത് നൽകുന്ന പാഠം. തോന്നിയാസം കാണിക്കരുത്. ഞാനിങ്ങനെ രാഷ്ട്രീയക്കാർ ഡൽഹിയിൽ നിന്ന് പറയുന്നതനുസരിച്ച് ഈ നാട്ടിലിറങ്ങി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ അങ്ങ് വിരട്ടിക്കളയാമെന്ന് ഇ ഡി വിചാരിക്കണം. നടപ്പില്ല ഈ കേരളത്തിൽ. ഒരു ഇഞ്ചും ഫൈറ്റ് ചെയ്യും കേട്ടോ. കോടതി മാത്രമല്ല, കോടതിക്ക് പുറത്തും രണ്ടിടത്തും ഫൈറ്റ് ചെയ്യും. ഇവിടെയൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ കയറൂരി വിട്ട് എന്തും ചെയ്യാം എന്നുള്ള തെറ്റിദ്ധാരണ ഒരു കേന്ദ്ര ഏജൻസിക്കും വേണ്ട. ഒരു ഗൗരവമായിട്ടുള്ള കാര്യം, നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തതെന്നുള്ളതാണ്. ഞാൻ തുറന്നു പറയട്ടെ, മാധ്യമങ്ങൾക്ക് അങ്ങനെ ജനകീയാസൂത്രണ കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വേട്ടയാടുന്ന പരിപാടിയൊന്നുമില്ല. ഞാനും സൗഹൃദമായിട്ട് പെരുമാറുള്ളൂ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കേസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നില്ല കേട്ടോ. അത് പത്രത്തിനും മാധ്യമത്തിനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. കണ്ടാ ഞെട്ടിപ്പോവും. എൻ്റെ ഫോട്ടോ കൊടുത്ത് ഇടിക്കൂട്ടിൽ എന്നാണ് തലക്കെട്ട്. പിന്നെ വേറെ പത്രം ഇതുപോലെ തന്നെ കിഫിയും ഐസക്കും പ്രതിക്കൂട്ടിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഫ്രണ്ട് പേജിലാണ്. ഫസ്റ്റ് പേജിൽ, ഫസ്റ്റ് ഫോൾഡിൽ, ഫസ്റ്റ് ഹാഫിൽ. അതാണല്ലോ മാധ്യമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. ഇപ്പോൾ കോടതി തീർപ്പാക്കി ഇങ്ങനെ ചോദിക്കാൻ പാടില്ല, റോവിങ് ഇൻവെസ്റ്റിഗേഷൻ പാടില്ല, അന്വേഷിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിവുണ്ടായിട്ടല്ലാതെ ആളുകളുടെ സ്വകാര്യതയിലേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ടങ്ങ് പറഞ്ഞു. എവിടെയാ ഈ വാർത്ത നൽകിയത്? അല്ല, എൻ്റെ മാധ്യമപ്രവർത്തകർ ആലോചിച്ചാൽ മതി. നമ്മൾ പത്രത്തിൻ്റെ ഉള്ളിൽ പോയി നോക്കണം. നോക്കുമ്പോഴും എന്താ ചെയ്യുന്നത്? പലരും ചെയ്യുന്നത് ഇ ഡി ഇപ്പോൾ സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, സമൻസ് ഇനി അയക്കും. ഏതായാലും ഇവരെന്താ ചിന്തിച്ച് സമൻസ് ഒരു വെച്ചപ്പോൾ ഇങ്ങനെ പേടിച്ച് പറക്കുമെന്നോ? ഇത് തന്നെ പരിപാടി കേട്ടോ. സമൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യം ചോദിച്ചാലൊന്നും വിളിച്ചാൽ അങ്ങ് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, കോടതി വീണ്ടും പോകും. അപ്പോൾ ഇത് ഇന്ന് മാത്രമല്ല, ഇതിലെ എനിക്കെതിരായ നോട്ടീസ് പരമ്പരയിൽ മുഴുവനും എനിക്ക് ആശ്വാസം തന്നിട്ടുള്ളൂ. കോടതി നമുക്ക് അനുകൂലമായി നിലപെടുത്താലും നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടി. ഇപ്പം എനിക്ക് ഇപ്പോഴും ഇതായാലും ഇത്തവണ അങ്ങനെ ഒന്നും ചെയ്തില്ല, ആശ്വാസം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് മൊത്തത്തിൽ ഉള്ളിലെ പേജിൽ അങ്ങ് ഒതുക്കി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? സത്യം പറഞ്ഞത് ഗൗരവമായ കാര്യമല്ലേ? ഒരു തെളിവും ഇല്ലാതെ, നത്തിങ് ആണ് പ്രശ്നം. ഒരു തെളിവോ ഒരു യുക്തിയില്ലാതെ ഒരു 2 വർഷക്കാലം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ കിടന്ന് വിരക.
നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കിഫ്ബിയുടെ കഥ മുഴുവൻ പറഞ്ഞു. നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനൊന്നും വിജയിക്കാൻ വന്നപ്പോൾ എന്നാൽ പിന്നെ വ്യക്തികളെ വേട്ടയാടാൻ. ഇതിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഭരണകൂടം? അപ്പോൾ ആ ഒരു പ്രാധാന്യമെങ്കിലും ഇല്ലേ? ഇന്ത്യയിൽ ആദ്യമായിട്ട് EDയുടെ അന്വേഷണത്തിൽ ഒരു വ്യക്തിയുടെ റൈറ്റ് ടു പ്രൈവസി കോടതി അപ്ഹോൾഡ് ചെയ്തു. നേരത്തെ EDയുടെ കേസ് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെയുള്ളപ്പോൾ അതിനൊരു പ്രാധാന്യമില്ലേ? ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാധ്യമപ്രവർത്തകർ തന്നെ ആലോചിച്ചാൽ മതി. എന്ത് കാരണം കൊണ്ടായാലും ആദ്യം എങ്ങനെ റിപ്പോർട്ട് ചെയ്തു, ഇതിങ്ങനെ പര്യവസാനിക്കുമ്പോൾ എന്താ പറയുന്നത് എന്ന് സ്വയം ഒന്ന് ആലോചിക്കണം.